വാഗ്വാദം ഒഴിവാക്കുക. 2 തിമോഥെയോസ് 2:14 കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. ക്രിസ്തീയ ജീവിതത്തിൽ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. വാക്കുകൾ ജീവൻ നൽകാം, അല്ലെങ്കിൽ നാശം വരുത്താം. അതിനാൽ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് ഗൗരവമായി പറയുന്നു, വാഗ്വാദം ഒഴിവാക്കുക. ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം എന്നത് വാഗ്വാദത്തിൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അത് ആത്മീയ വളർച്ച ഉണ്ടാക്കുന്നില്ല, വിശ്വാസം പണിയുന്നില്ല, സഭയെ ഐക്യതപ്പെടുത്തുന്നില്ല. പകരം കേൾക്കുന്നവരെ മറിച്ചു കളയുന്നു. വാഗ്വാദം മനുഷ്യബുദ്ധിയിൽ നിന്ന് ഉയരുന്നതാണ്. എന്നാൽ ദൈവവചനം ദൈവത്തിൽ നിന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 1:22 വചനം കേൾക്ക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ എന്ന് കാണുന്നു. വചനം വാദിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ളതാണ്. കർത്താവിനെ സാക്ഷിയാക്കി ഈ നിർദ്ദേശം പറയുക എന്നത് ഇതൊരു ഗൗരവമായ ഉത്തരവാദിത്വം എന്നതിനാലാണ്. നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ ചർച്ചകൾക്കും ദൈവം സാക്ഷിയാണ്. അതിനാൽ നമ്മുടെ വാക്കുകൾ പരിശുദ്ധമാകണം. ഈ കാലത്ത് സഭയ്ക്കുള്ളിലും നൂതന മാധ്യമങ്ങളിൽ പോലും ആത്മീയ വിഷയങ്ങളിലെ വാഗ്വാദങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊന്നും ജനങ്ങളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നില്ല, പകരം അകറ്റിക്കളയുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വാദത്തിൻ്റെ വഴിയല്ല, വചനത്തിൻ്റെ വഴി നമുക്ക് സ്വീകരിക്കാം. മറ്റുള്ളവരെ പണിയുന്ന വാക്കുകൾ നമ്മിൽ നിന്നും പുറപ്പെടട്ടെ.